കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയോളം കഞ്ചാവ് ശേഖരം പിടിച്ചതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാർക്കൊപ്പം പോലീസും. ഡാൻസ് ഓഫ് സംഘം റെയ്ഡിനായി ഹോസ്റ്റലിൽ എത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് അളന്ന് തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്ന് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നാർക്കോട്ടിക് സെൽ ASP അബ്ദുൾ സലാം പറഞ്ഞു. ഇത്രയേറെ കഞ്ചാവ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയെ പിടിച്ചതിൽ നിന്നാണ് വിവരം ലഭിച്ചത്. തൂക്കി വിൽപ്പനയ്ക്കുള്ള ത്രാസും കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും കണ്ടെത്തി. ഇത്രയധികം അളവിൽ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഹരി കണ്ടെത്തിയത് പോലീസിനെ പോലും ഞെട്ടിച്ചെന്നും SP പറഞ്ഞു. രാത്രി തുടങ്ങിയ പരിശോധന ഇന്ന് പുലർച്ചെ 4 മണിവരെ നീണ്ടുനിന്നു. 2 പേർ പിടിയിലായി. ഓടി രക്ഷപ്പെട്ട 3 വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. കോളേജ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോയിലേറെ കഞ്ചാവ് ശേഖരമാണ് പിടിച്ചെടുത്തത്. 2 FIR-കളായാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യത്തെ FIR-ൽ കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി പ്രതിയാണ്. 1.909 കിലോഗ്രാം കഞ്ചാവാണ് മുറിയിൽ നിന്ന് കണ്ടെടുത്തത്. പ്രതി വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചത്. രണ്ടാമത്തെ FIR-ൽ 2 പ്രതികളാണുള്ളത്. കവർ ഉൾപ്പെടെ 9.7 ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത്. വിദ്യാർത്ഥികളിൽ നിന്ന് 2 മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പിടിച്ചെടുത്തു. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ നിന്ന് വൻ കഞ്ചാവ് ശേഖരം പിടികൂടിയ സംഭവത്തിൽ പ്രതികളിൽ SFI നേതാവും ഉണ്ടെന്നുള്ള വിവരങ്ങളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട്. പിടിയിലായ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് കോളേജ് യൂണിയൻ സെക്രട്ടറിയാണ്. ഹരിപ്പാട് സ്വദേശി ആദിത്യൻ, കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരെ പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. അക്കാദമിക് കൗൺസിലർ കൂടിയായ കുട്ടികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഹോളി ആഘോഷത്തിനായി എത്തിച്ച 2 കിലോഗ്രാം കഞ്ചാവാണ് പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ പിടികൂടിയത്. ഹോസ്റ്റൽ മുറിയിലെ ഷെൽഫിൽ പോളിത്തീൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന നിലയിലായിരുന്നു കഞ്ചാവ് ഉണ്ടായിരുന്നത്. കഞ്ചാവ് കൂടാതെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച SFI യൂണിയൻ സമ്മേളനം നടക്കാനിരിക്കുകയായിരുന്നു. ഇതിനിടെ കൊടിതോരണങ്ങൾ കെട്ടുന്ന തിരക്കിലായിരുന്നു തങ്ങളെന്നും ഈ സമയത്ത് കരുതി കൂട്ടി ആരോ മുറിയിൽ കഞ്ചാവ് കൊണ്ടുവന്ന് വെച്ചതാണെന്നുമാണ് SFI-ക്കാർ ആരോപിക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ KSU പ്രവർത്തകരുടെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്ന് SFI കളമശ്ശേരി ഏരിയ പ്രസിഡന്റ് ദേവരാജ് പറഞ്ഞു. ആദിൽ, ആകാശ് എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നാണ് 2 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം KSU-ന് വേണ്ടി ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചയാളാണ് ആദിലെന്നും ദേവരാജ് പറഞ്ഞു. കോളേജ് യൂണിയൻ സെക്രട്ടറിയും SFI നേതാവുമായ അഭിരാജ് നിരപരാധിയാണെന്നും ദേവരാജ് കൂട്ടിച്ചേർത്തു. വ്യാഴാഴ്ച രാത്രി റെയ്ഡ് നടന്നപ്പോൾ ക്യാമ്പസിനുള്ളിൽ ഉണ്ടായിരുന്ന ആദിൽ ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. റെയ്ഡിൽ കഞ്ചാവ് പിടിച്ച സംഭവത്തിൽ ആകാശ് എന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദിലും അനന്തു എന്ന മറ്റൊരു വിദ്യാർത്ഥിയും ചേർന്നാണ് ക്യാമ്പസിനകത്തേക്ക് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് ആകാശ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതായിട്ടാണ് അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ. അനന്തുവും ക്യാമ്പസിലെ സജീവ KSU പ്രവർത്തകനാണ്. ക്യാമ്പസിൽ SFI-യുടെ യൂണിയന്റെ ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികളോ SFI യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ വിദ്യാർത്ഥികളോ ഒരു തരത്തിലുള്ള ലഹരിയും ഉപയോഗിക്കാത്തവരാണെന്ന് ദേവരാജ് കൂട്ടിച്ചേർത്തു. SFI നേതാവായ അഭിരാജിന്റെ കയ്യിൽ നിന്നോ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നോ ബാഗിന്റെ ഉള്ളിൽ നിന്നോ കഞ്ചാവ് പിടിച്ചിട്ടില്ല. റെയ്ഡ് നടക്കുന്ന സമയത്ത് അഭിരാജ് ഹോസ്റ്റലിനുള്ളിൽ പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് നടക്കാനിരുന്ന SFI യൂണിറ്റ് സമ്മേളനത്തിന്റെ ഭാഗമായി അലങ്കാര പരിപാടികളുമായി ബന്ധപ്പെട്ട് അഭിരാജ് ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. റെയ്ഡ് നടക്കുന്നു എന്നറിഞ്ഞ് മറ്റുള്ളവർക്കൊപ്പമാണ് അഭിരാജും എത്തിയത്. താൻ ഇത് ഉപയോഗിക്കുന്നില്ല എന്നും തന്റേതല്ലെന്നും അറിയില്ലെന്നും അഭിരാജ് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും പോലീസ് അഭിരാജിനെ ഭീഷണിപ്പെടുത്തുകയും കേസ് എടുക്കുകയുമാണ് ചെയ്തത്. തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാത്തയാളാണ് അഭിരാജ് എന്ന് SFI-ക്ക് 100% ഉറപ്പുണ്ട്. ലഹരിക്കെതിരെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന സംഘടനയാണ് കളമശ്ശേരിയിലെ SFI. ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കാൻ ഒരു കാരണവശാലും SFI തയ്യാറാവില്ല. ആദിലും അനന്തവും നാടുവിട്ടു. ഇവർ എവിടെ പോയെന്ന് പോലീസ് അന്വേഷിക്കുന്നു പോലുമില്ലെന്ന് ദേവരാജ് ആരോപിച്ചു. രാത്രി 9 മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ 4 മണിയോടെയാണ് അവസാനിച്ചത്.